രാഹുലിനെതിരെ അണിയറയിൽ പോക്സോ കേസുകളടക്കം ഒരുങ്ങുന്നു. മൂന്നാമത്തെ വ്യാജപരാതിയിലും കോടതിക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ട് രാഹുലിന് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് കേക്കച്ചനും സംഘവും അണിയറയിൽ അടുത്ത പണികളുടെ ആസൂത്രണം ആരംഭിച്ചു. മറ്റു വ്യാജ പീഡന പരാതികൾ ഒന്നും ഏശാത്തതിനെ തുടർന്ന് പോക്സോ കേസുകൾ ഉൾപ്പെടെ ചാർത്തുവാനാണ് ഇനിയുള്ള ശ്രമം. ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും രാഹുലിൻ്റെ ജനപിന്തുണ വർദ്ധിക്കുന്നത് കണ്ടാണ് അടുത്ത പണിക്കുള്ള നീക്കം എന്നത് വ്യക്തം. അതുപോലെ അന്തംകമ്മി വിജയൻ്റെ ഭരണപരാജയവും ശബരിമല സ്വർണ്ണത്തീ വെട്ടിക്കൊള്ളയും മറയ്ക്കണമെങ്കിൽ രാഹുൽ വിഷയമാണ് ബെസ്റ്റ് എന്ന് ഇരുവരും കരുതുന്നു. കേക്കച്ചൻ്റെയും വിജയൻ്റെയും സംയുക്ത ഓപ്പറേഷനായ ജട്ടി വിപ്ലവമാണ് ഇത്. നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ കേക്കച്ചനാണ് ഇതിൻ്റെ നായകൻ എന്ന് ഞങ്ങൾ 4 മാസത്തിന് മുമ്പ് തന്നെ പറഞ്ഞത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നിലവിലെ വിവാഹബന്ധം നിലനിൽക്കെ അത് വേർപെടുത്താതെ എങ്ങനെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുവാൻ പരാതിക്കാരിക്ക് കഴിയുന്നു എന്ന് കോടതി ചോദിച്ചു. പരാതിക്കാരിയോ ഭർത്താവോ വിവാഹമോചനത്തിന് ശ്രമിച്ചിരുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പീഡനം നടന്നുവെന്ന് പറയുന്നതിന് ശേഷവും ഇവർ തമ്മിൽ നടത്തിയ സ്വകാര്യ സംഭാഷണങ്ങൾ രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി. ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം നടന്നതിന് ശേഷം 2 ദിവസം പാലക്കാട് രാഹുലിനൊപ്പം പരാതിക്കാരി താമസിച്ചിരുന്നല്ലോ എന്നും കോടതി നിരീക്ഷിച്ചു. അത് എന്തിനു വേണ്ടിയാണെന്നും കോടതി ചോദിച്ചു. രാഹുലിൻ്റെ അറസ്റ്റിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ഇനി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്നും വ്യക്തമാക്കിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കാനഡയിലുള്ള അതിജീവിതയെ പ്രതി എങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്നും വിധിയിൽ ചോദിക്കുന്നുണ്ട്. അന്വേഷണം പൂർത്തിയാകും വരെ റിമാൻഡ് തുടരേണ്ട സാഹചര്യമില്ലെന്നും കുറ്റാരോപിതൻ ജാമ്യത്തിലായാലും അന്വേഷണം പൂർത്തിയാക്കാമെന്നും വിലയിരുത്തിയാണ് ജാമ്യം കോടതി അനുവദിച്ചത്. തെളിവ് ശേഖരണത്തിന് ആവശ്യത്തിന് സമയം ലഭിച്ചുവെന്നും ഉത്തരവിലുണ്ട്. ജനുവരി 11 അറസ്റ്റിലായ രാഹുൽ 18 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് ഇന്നലെ മോചിതനായത്. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. രാഹുൽ ജയിൽ മോചിതനാകുന്ന അദൃശ്യവും രാഹുലിനെ ഭയക്കുന്ന യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധവും കാണുക. നിയമസഭയിലേക്ക് പോകും. എന്തെങ്കിലും പറയാനുണ്ടോ? 18 ദിവസമായി ജയിൽവാസം. എന്തെങ്കിലും പറയാനുണ്ടോ? കുടിക്കാണോ? രാഹുൽ എന്തെങ്കിലും ട്രാപ്പാണോ? കുടിക്കാണോ രാഹുൽ? എന്തെങ്കിലും പറയാനുണ്ടോ? വണ്ടി എടുത്തോ. കൊണ്ടുപോകല്ലേ
അങ്ങനെയാണ് എല്ലാരും കൊണ്ടുപോകുന്നത്. സാറേ ഉപദ്രവിക്കുന്നത് ഒരു മര്യാദ കാണിക്കുന്നു സാറേ. അതുപോലെ രാഹുലിനെതിരെ ഇനിയും കേക്കച്ചൻ തന്റെ കളിക്കൂട്ടുകാരികളെ ഇറക്കി വ്യാജപരാതികൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ രാഹുലിനെ നാറ്റിക്കുവാനും അകത്തിടുവാനും ഈ വിവാദം നിലനിർത്തുവാനും ഉള്ള സാധ്യതകൾ മനസ്സിലാക്കി ജനങ്ങളുടെ ആവശ്യം ഇത് ചൂണ്ടിക്കാട്ടി രാഹുൽ എത്രയും വേഗം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക എന്നതാണ്. രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 250യുടെ 108ാം ദിനമായി ഇന്ന് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കുക. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എന്റെ പേര് ഗോകുൽ രാജാണ്, കോഴിക്കോട്ടുകാരൻ. അപ്പൊ പാലക്കാട് താമസിക്കുകയാണ്. രാഹുൽ മാങ്കുട്ടത്തിനോട് 226 പ്രകാരം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. ആ കാരണം എന്താ, ഇനിയും 5-10 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര്. മനസ്സിലായോ? പോക്സോ കേസൊക്കെ. പാലക്കാട്ടെ ജനങ്ങളൊക്കെ ഇപ്പോഴും രാഹുലിനൊപ്പം തന്നെയല്ലേ? ആയിരക്കണക്കിന് ഇവിടെ ജനങ്ങൾ മുഴുവൻ സ്ത്രീകളടക്കം എന്താണ് ഇവൻ മാർക്സിസ്റ്റുകാരുടെ കൂടി അവന് സപ്പോർട്ടാണ് അറിവുള്ളതുകൊണ്ട് ആ സതീശനെ എപ്പോഴും അവനെ പുറത്താക്കാൻ വേണ്ടി ആരെകള് അവൻ എത്രയോ കോടികൾ വെറുതെ എടുത്ത് വായിക്കണം. ആര്? പിണറായിന്റെ അടുത്ത്. കെ സുധാകരനെ പുറത്താക്കാനും വേണ്ടിട്ട് ആ മറ്റേ ഏതൊരു ലേഡി വന്നല്ലോ, അവർക്കൊക്കെ കോടികൾ കൊടുത്തിട്ട് ആ സുധാകരനെ പുറത്താക്കി. ഇതറിയോ? എന്താ ചെയ്യാ? ഇതിവിടെ വെറും പണം കൊണ്ട് കളിക്കുകയാണ്, കോടികൾ കൊണ്ട്. എന്താ ഏതായാലും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ കംപ്ലീറ്റ് പിന്തുണ എല്ലാ ജനങ്ങളും. പക്ഷെ ഇതൊക്കെ രാഹുലിന് നേട്ടമായിട്ട് വരത്തല്ലേ ഉള്ളൂ ഈ വരുന്ന തെരഞ്ഞെടുപ്പ്? ഇതൊക്കെ നേട്ടാണ്. അവൻ എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ എവിടെ ചെന്നാലും അവൻ ജയിക്കും, അത്രയേ ഉള്ളൂ. അല്ല, നല്ലൊരു ചെറുപ്പക്കാരനെ എങ്ങനെ മുളയില് നുള്ളുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. 58 വെട്ടുവെട്ടിയൊക്കെ ആൾക്കാരല്ലേ അവര് RMPയില്. സതീശനെ ആദ്യം പുറത്താക്കണം. എന്റെ ഒരു ചെറിയൊരു അഭിപ്രായം എന്താണ്, ഇവൻ കോൺഗ്രസ് വേറെ പാർട്ടിക്കാരനോ കുറെ MLA അവരുടെ കൂടെ ഉണ്ടാവും. ഇവൻ ഇതിൽ തന്നെ നിന്നാ ഇവൻ ഇതാകുക ചെയ്യാം. ചെന്നിത്തലയും തല്ലിയും എന്നൊക്കെ പറഞ്ഞിട്ട് വെറും പൈസ വാങ്ങുന്ന ആൾക്കാർ കോടികള്. അതുകൊണ്ട് എന്റെ ഒരു ചെറിയൊരു അഭിപ്രായം, അവനും കെ സുധാകരനൊക്കെ ഒരു പുതിയൊരു പാർട്ടി ഉണ്ടാക്കുക കോൺഗ്രസ് നന്നാവും കേട്ടോ. അതാണ് എന്റെ ഒരു ചെറിയ എളിയ അഭിപ്രായം. കോൺഗ്രസ് ആറോ കോൺഗ്രസ് എമ്മോ എന്ന് വെച്ചിട്ട് കോൺഗ്രസ് തന്നെ നിൽക്കുക. ഇതിന് വേറൊരു പാർട്ടി ഉണ്ടാക്കാൻ ഇതിലും വെച്ചെന്നല്ല. മാന്നാറിന്ന് വിളിക്കുക. എൻ്റെ പേര് സരളമ്മ. രാഹുൽ മാങ്കൂട്ടത്തിന് ഞാനൊരു 18 ദിവസമായിട്ട് വിവരമൊന്നും അറിയുന്നില്ല. വിട്ടോ പേപ്പറിലും സാറിൻ്റെ നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോ സങ്കടമുണ്ട്. ഇന്നലെ വിട്ടു എന്നറിഞ്ഞല്ലോ. അപ്പൊ എനിക്ക് വയസ്സ് 75 എനിക്കാകുമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ചെന്ന് റിസീവ് ചെയ്യാൻ, ആഘോഷത്തോടുകൂടി റിസീവ് ചെയ്യാൻ, അദ്ദേഹത്തെ എതിരേറ്റ് പോരാണ്. എല്ലാ കള്ളനെയും കൊള്ളക്കാരനെയും കൊലപാതകയെയും ഒക്കെ വലിയ ആഘോഷത്തോടുകൂടി എതിരേറ്റുകൊണ്ട് പോകാൻ 100,000 പേരുണ്ട്. ഇദ്ദേഹത്തെ ഒന്ന് എതിരേക്കാൻ ഒരു മനുഷ്യനും, കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെട്ടത് ഒരു മനുഷ്യനുമില്ല. കാരണം ആരും അടുക്കത്തില്ല. കാരണം ഇപ്പം സീറ്റിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോ സതീശനെ പിണക്കുവോ ആരെങ്കിലും? അതുകൊണ്ടുകൂടെ ആയിരിക്കും ആരും പോയില്ല എന്നൊരു സങ്കടമുണ്ട്. പിന്നെ വേറൊരു കാര്യം, ദൈവം ആ കുഞ്ഞിനെ ഒരു മഹാവൃക്ഷമായിട്ട്, വടവൃക്ഷമായിട്ട് വളർത്താനുള്ളതിൻ്റെ ഒരു ആദ്യ പടിയാണ് ഈ ശിക്ഷയും കാര്യങ്ങളും ഒക്കെ. കാരണം ദൈവം തമ്പുരാൻ എന്താ ശിക്ഷിക്കുമെന്നാ പറഞ്ഞത്. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെവിക്ക് പിടിച്ച് ഞെഴും. സ്കൂളിൽ സാറാണെങ്കിലും ചെവിക്ക് പിടിച്ച് കറക്കും. അല്ലെ അമ്മയാണെങ്കിൽ വീട്ടുകാരിലാണെങ്കിലും അവനെ ശിക്ഷിക്കും. അതൊരു ദൈവശിക്ഷയാണ്. അവൻ ചെയ്തത് തെറ്റ് ഓൾറെഡി ജനപ്രതി ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു. പക്ഷെ അവന്റെ ചെറുപ്പമാണ്. എനിവേ തെറ്റതാണ്. ദൈവശിക്ഷ കൊടുത്തു. അവൻ ഇനിയും വളരാൻ വേണ്ടി ഇനി അവൻ ഭയമാണ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ അറയ്ക്കും. അപ്പൊ എന്നും അവനൊരു പാഠമാകാൻ ദൈവം അവന് കൊടുത്ത ഒരു ചെറിയ ശിക്ഷയാണിത്. അവൻ വളർന്ന് വലുതായി ഒരു വടവൃക്ഷമായിട്ടായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഇന്ന് രാഹുലിനെ സ്വീകരിക്കാൻ ഇവന്മാരാരുമില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ രാഹുലില്ലേ? തീർച്ചയായിട്ടും. ഇവന്മാർ ഇത്തരം കള്ളക്കേസുകൾ എടുത്ത് ഇവനെ നശിപ്പിക്കാനും വ്യക്തിഹത്യ ചെയ്യാൻ നടക്കലും അങ്ങനെ ഒതുങ്ങി പോകുന്നവനാണോ രാഹുൽ?
അല്ല, ശിക്ഷ അവനൊരു ദൈവശിക്ഷയായിട്ട് കരുതി, ഒരു ദൈവം ചെന്ന ഒരു ചെറിയ ശിക്ഷയായിട്ട് കരുതി. ഇവനെ പിടിച്ച് അന്ന് പിണറായി ജയിലിലിട്ടപ്പോൾ ആ ജയിലിലിട്ടുകൊണ്ട് മാത്രമാണ് അവൻ ഒരു താരമാകുന്നതും പാലക്കാട് വിജയം ഉണ്ടായതും. അതെ, അതുപോലെ ഈ ശോഭകേടും ജനങ്ങൾ മനസ്സിലാക്കും തീർച്ചയായിട്ടും. അതിന് തക്കതായ ഒരു മറുപടി. ഇന്ന് ഇവന് കാരാഗ്രഹമാണെങ്കിൽ നാളെ അവനെ കാത്തിരിക്കുന്നത് വലിയ കാര്യങ്ങളാണ് എന്ന വലിയൊരു വടവൃക്ഷമാകും. അവൻ വലിയ ആളാകും. അതിന് ദൈവം കൊടുത്ത ഒരു ചെറിയ ഒരു കൊട്ട ഇത്. അതായിട്ട് കരുതി വിഷമിക്കുകയൊന്നും വേണ്ട, സന്തോഷിച്ച് ദൈവത്തെ കൂടുതൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. മണ്ണാർക്കാട്ടിന്ന് മുഹമ്മദ് ബാപ്പുവാണ്. രാഹുലിന് ജാമ്യം കിട്ടിയില്ല. കേക്കത്തിന് മറ്റേ 2-3 സെന്റുകൾ വേറെ ഉണ്ടല്ലോ. അവർക്ക് മനസ്സിലായില്ലേ? ജനങ്ങളും ഞാനടക്കം എല്ലാ ജനങ്ങളും രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാലക്കാട്ടെ ജനങ്ങൾ ഇപ്പോഴും രാഹുലിനോടൊപ്പം അല്ലേ? രാഹുലിനൊപ്പമാണ്. ഞാനും പാലക്കാട്ടുകാരൻ തന്നെ. ഞങ്ങള് ഇവിടെ നല്ലൊരു ശതമാനം കോൺഗ്രസിന്റെ അനുഭാവികളും രാഹുലിന് അനുകൂലമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വോട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ അല്ലേ വോട്ട്. രാഹുൽ ഈ 140 മണ്ഡലത്തിൽ നിന്നാലും രാഹുലും സാധ്യം ജയിക്കും. അത് ഇവന്മാർക്ക് കണ്ണിക്കടിയാണ്. രാഹുലിനെ പൂട്ടിയവർ മുഴുവൻ വെള്ളം കുടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാഹുലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഈ കേക്കച്ചനെയും ഈ ഇടതുപക്ഷത്തെയും ഒക്കെ ജനങ്ങൾ ഇത്തവണ തൂത്തറിയത്തില്ലേ? ഈ പന്നിക്കലി കിങ്ങിണിക്കുട്ടനും 3 അവരാണ് ഇതിന്റെ ബാക്കിൽ. 8 വെച്ച ക്ലാസ് കിട്ടുമല്ലോ ഇവിടെ വന്നാൽ. ഇവിടുത്തെ ജനങ്ങളെ ട്രെൻഡ് അവന് അറിയുന്നില്ല. വെറുതെ ഇവിടുന്ന് പോകില്ല. പൂജ്യം കൊണ്ട് പോകുക. 8 വർഷ ക്ലാസ് ഓനിവിടെ കോൺഗ്രസ് വോട്ട് ചെയ്യില്ല. കോൺഗ്രസിന്റെ വോട്ട്, BJPയുടെ വോട്ട്, പാർട്ടിയുടെ നല്ല ശതമാനം ചെറുപ്പക്കാര് രാഹുലിനെ വോട്ട് ചെയ്യും. നമ്മളിവിടെ കേൾക്കുന്നതാണ്. ഇവിടെ രാഹുലിനെ പറ്റി ഞങ്ങളിവിടെ പറ്റി ഒരു പ്രതികരണം ഒന്നുമില്ല. എല്ലാവരും അനുകൂലമാണ് രാഹുലിന്. വെറുതെ കൊടുക്കുകയാണ്. വെറുതെ കുടിക്കാണ്ട് ഒരു പാവത്തിന് ആ തള്ളന്റെ ഈ വയസ്സുകാലത്ത് ഏറ്റത്തരം ജീവിതം കൊണ്ട് നടക്കുന്ന ആൾക്കാർ എന്താ പറയും? ഞങ്ങളുടെയൊക്കെ BP ഒന്ന് പോട്ടെ സാറേ. അവൻ ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞില്ലേ 126 ഇത് പ്രകാരം. അങ്ങനെയൊന്നും പോകാൻ പറ. അല്ലെങ്കിൽ പിന്നെ അടുത്ത് തന്നെ പിന്നെ വന്ന് നിൽക്കുന്നല്ലോ. എനിക്കത്രേ പറയാനുള്ളൂ. എന്തോന്നു രാഹുലിനെ ഇവന്മാർ ഇത്രയും ശോഭകേട് ചെയ്താലും ജനങ്ങൾ രാഹുലിനോടൊപ്പമാണോ അതോ രാഹുലിനോടുള്ള താല്പര്യം ജനങ്ങളുടെ കുറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇല്ല. ഞാനിവിടെ ട്രിവാൻഡ്രത്തുനിന്ന് വിളിക്കാം സാറേ. ഞാൻ സാറിന്റെ ന്യൂസ് കേൾക്കുന്ന ഒരു പ്രേക്ഷകയാണ്. എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യണം. മാങ്കൂട്ടം അല്ലെങ്കിൽ ഇനി അവന്മാർ അടുത്ത കേസും കൊണ്ട് വരും എന്ന് വെച്ചാൽ മനഃപൂർവ്വം തേജോവധം ചെയ്യുക. ഇപ്പോഴും അമ്മമാരെല്ലാരും, അതായത് രാഹുലിന് തന്നെയല്ലേ സപ്പോർട്ട്? ഇവന്മാരുടെ കള്ളത്തരവാണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നില്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. എനിക്കൊരു നിവൃത്തിയില്ല സാറേ. എനിക്കതിനെ പോയി TV-യിലൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. എന്റെ വീടും അറിയത്തില്ല, എനിക്ക് യാത്ര ചെയ്യാനും പറ്റത്തില്ല. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ നിന്നാണ്. TM അഹമ്മദ് എന്ന് പറയും. 77 വയസ്സുണ്ട്, സീനിയർ സിറ്റിസൺ ആണ്. പല പ്രാവശ്യം കിട്ടാൻ യാതൊരു വഴിയും കണ്ടെത്തിയില്ല. പലരോടും ഞാൻ ചോദിച്ചു. കോഴിക്കോട് DCC പ്രസിഡന്റിനോട് ചോദിച്ചു, മറ്റേ ഇങ്ങനെയുള്ള ചോദിച്ചു. ഞാൻ പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ്. ഒട്ടനവധി സംഘടനകളിൽ, ട്രേഡ് യൂണിയൻ സംഘടനകളിൽ, മോട്ടോർ തൊഴിലാളിന്റെ സംഘടന, അതുപോലെ കുറെ സംഘടനകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ മുമ്പേ കോൺഗ്രസ്സാണ്. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ ഇഷ്ടമാണ്. രാഹുൽ ഈ ആളുകൾക്കെതിരായിട്ട്, ഇയാളെ ദ്രോഹിച്ച ആളുകൾക്കെതിരായിട്ട് ഹൈക്കോർട്ടിൽ ഒരു പെറ്റീഷൻ കൊടുക്കണം. രാഹുലിനെ കൊണ്ട് കൊടുപ്പിക്കണം. അത് കൂടാതെ പാർട്ടി എടുത്ത നടപടിക്രമങ്ങൾ വളരെ തെറ്റായ നടപടിയാണ്. അതും നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന വേണം. പാർട്ടി എടുത്ത തെറ്റായ തീരുമാനം എന്ന് പറഞ്ഞാല് സതീശൻ പെട്ടെന്ന് വന്ന് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഓർക്കുന്നു. സതീശൻ വന്ന് ഇയാളെ പറഞ്ഞ് ശരിയാക്കി. അന്നേരം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. അത് കഴിഞ്ഞ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ല, അയാളെ ഇഷ്ടത്തിനാണ് അയാൾ ചെയ്ത്. അതുകൊണ്ട് അതിനെതിരായിട്ട് ചോദ്യം ചെയ്യുക തന്നെ വേണം. ഒന്നാമത് എന്താ, രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഇവരെ ടീമുണ്ടല്ലോ, നല്ലൊരു ടീമായിരുന്നു യുവാക്കളുടെ. ആ യുവ ടീമിനെ ആകെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഭവം. എന്ന് പറഞ്ഞാല് പുതിയ പ്രസിഡന്റിനെ അന്ന് മാറ്റേണ്ടിയില്ല. പ്രസിഡന്റാ, ഒരു പാർട്ടി തീരുമാനം അനുസരിച്ച് മാറ്റേണ്ട, പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറ്റണ്ട. ഒരു നടപടി വേണമെങ്കിൽ അന്വേഷണ വിധേയമായി സസ്പെൻഷനോ എന്തെങ്കിലും മൊത്തത്തിൽ കൊടുക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിന് പകരം അയാളെ ഉടനെ പുറത്താക്കി, പാർട്ടി മെമ്പർഷിപ്പൊന്നും പുറത്താക്കി. ഇതെല്ലാം നടപടിക്രമങ്ങൾ തെറ്റായ നടപടികളാണ്. ഞാനും ചെറുപ്പത്തിലെ കോൺഗ്രസ്സുകാരനാണ്.
അപ്പൊ ആ നടപടിക്രമങ്ങളൊക്കെ തെറ്റാണ്. ഒരു പാർട്ടിയും ചെയ്യാത്ത നടപടിയായിപ്പോഴത്തെ CPM-കാരൻ പറഞ്ഞ ഗോവിന്ദൻ പറഞ്ഞ കാര്യം ശരിയാണ്. ഒരാളെ പേരിലൊരു പിന്നെ അപഖ്യാതി വന്നല്ല ഉടനെ അയാളെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്തായി കളിയാന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തെറ്റായ നടപടിയാ. ഇതൊന്നും ഇല്ലാന്ന് തെളിഞ്ഞാൽ ഇയാൾക്ക് മെമ്പർ സ്ഥാനോ മറ്റുള്ള ഇതെല്ലാം ഇവർക്ക് കൊടുക്കാനാവൂ. ഇനി അതാവൂല. അയാളെ പേരും പടക്കാക്കി ആ മോന്റെ. അതുകൊണ്ട് രാഹുൽ മോഹന് പിന്നെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വേണമെങ്കിൽ പാലക്കാട് മത്സരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. സ്വതന്ത്രനാന്നേ സ്വതന്ത്രൻ, പിന്തുണയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് കഴിഞ്ഞ 4 മാസമായിട്ട് ഇത് കാണലും ഇത് തന്നെയാണ് പരിപാടി വീട്ടില് ഫോണില്. അപ്പൊ അതുകൊണ്ട് രാഹുൽ അടിയന്തരമായിട്ട് പിന്നെ ഹൈക്കോടതിനെ സമീപിക്കണം. പിന്നെ ഈ പോലീസിനും ഈ ഭരണ സംവിധാനത്തിനും അതുപോലെ ഇതിൽ ഉൾപ്പെട്ട ആളുകൾ ആരെല്ലാം നോക്കുക. പാർട്ടിയോട് പറയണത് അന്വേഷണ കമ്മീഷനെ നിശ്ചയിക്കണം. എന്നിട്ട് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമുക്ക് അറിയണം. ജനങ്ങൾക്ക് അതൊക്കെ പറയണം. ആലപ്പുഴ ജില്ലയെന്നോ പേര് ലൈല. ഈ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാലും ആ കൊച്ചു ജയിക്കും. ഇതിന്റെ തെറ്റുപറ്റി അതൊരു കല്യാണം കഴിയും. സർവമാന ജനവും ഈ രാത്രി നിലാവുദിച്ചാൽ എന്താകുമെന്ന് അറിയുന്ന കണക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും ഉണ്ടാകും. പക്ഷെ അവന് അത് ഈ പൂട്ടിയതാണെന്ന് മനുഷ്യർക്ക് മനസ്സിലായി. ആ കുഞ്ഞിന്റെ കൂടെ എല്ലാ ജനങ്ങളും ഉണ്ടാകും, പ്രത്യേകിച്ച് സ്ത്രീകളും. പിന്നെ പെൺപിള്ളേർ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയാലും എല്ലാം എന്താ നടക്കാൻ വയ്യാത്ത. അപ്പൊ ആ കുഞ്ഞ് എവിടെ നിന്നാലും അത് എവിടെയെങ്കിലും സ്വതന്ത്രനായിട്ട് നിൽക്കാനുള്ള ഒരു ഇടപെടൽ സാറിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണമെന്ന് പറയുകയായിരുന്നു. നീ ഏത് പടക്കങ്ങളെ ഇറക്കിയാലും ഇതെല്ലാം നിന്റെ കളികളാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും. അതിനുള്ള പ്രതിഫലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നിനക്ക് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.